ഹായ് ഓൾ. കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വരികയും നിയമനങ്ങൾ നടക്കുകയൊക്കെ ചെയ്തൊരു പോസ്റ്റാണ്. ഇതിന് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ +2 സയൻസ് എടുത്തൊരു ഉദ്യോഗാർത്ഥിയായിരിക്കണം. അതായത് ബയോളജി അല്ലെങ്കിൽ മാത്സ് ഒരു ഓപ്ഷണലായിട്ട് ഐച്ഛികമായിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാവണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു യോഗ്യതയില്ല നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് ഒരു വലിയൊരു മത്സര സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണമെന്നും സബ്ജക്ട് വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യണമെന്നും ഇനിയുള്ള സമയം, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ള പരീക്ഷകളുടെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാം. ഇതൊരു സബ്ജക്ട് സ്പെസിഫൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഓരോ മേഖലയ്ക്കും കൃത്യമായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത്, ഇതിനു മുമ്പ് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നടന്ന എക്സാമിനേഷന്റെ ഡിഫിക്കൽട്ടി ലെവല്, അതിൽ തന്നെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതിൽ കട്ട് ഓഫ് ജനറേറ്റ് ചെയ്തതിന്റെ ഒരു മാനദണ്ഡം, അതുപോലെ തന്നെ ടോപ്പ് സ്കോർ ജനറേറ്റ് ചെയ്തതിന്റെ മാനദണ്ഡം, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു പഠനം അതിന്റെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് കൃത്യമായിട്ട് നിങ്ങളെ രൂപപ്പെടുത്തുന്ന രീതിയിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഒരു സൗജന്യ വെബിനാർ തയ്യാറാക്കിയിരിക്കുന്നു. അത് ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം നേരിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും ഈ ഒരു എക്സാമിനേഷനെ പറ്റി അറിയാത്ത വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. നിങ്ങൾ നേരിട്ട് തന്നെ കയറി നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് അധ്യാപകനോട് ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് കൃത്യമായിട്ട് ക്ലാരിറ്റിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പോലും കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ മാതൃകയിൽ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിനേഷൻ എത്തുമ്പോഴേക്കും ഈ ഒരു എക്സാമിനേഷന് ക്രാക്ക് ചെയ്യാനുള്ള ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാറിന് എത്രയും പെട്ടെന്ന് പങ്കെടുക്കുവാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും അതുപോലെ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യമാണ്, സയൻസ് പാസ്സായ ശേഷം മറ്റ് പല ഡിഗ്രികളും എടുത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ വളരെ ഒരു വിഭാഗത്തിന്റെ മത്സരക്ഷമത ഇവിടെ കുറവുമായിരിക്കും. കാരണം +2 സയൻസ് എടുക്കാത്തവർ അല്ലെങ്കിൽ +2 സയൻസ് എടുത്തിട്ട് ബിരുദമില്ലാത്തവരും അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട്. അപ്പം നിങ്ങളുടെ ചെറിയ ഗ്രൂപ്പിനോടായിരിക്കും മത്സരിക്കേണ്ടി വരുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.